जंदरिया कटती जाए रे उमरिया घटती जाए रे. വേർത്ത് പോയി. ഇരിപ്പില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. എനിക്ക് തോന്നുന്നു ഒരു 15 മിനിറ്റ് ഞാൻ വെറുതെ അങ്ങനെ ഇരുന്ന് മരവിച്ച് പോയി. ക്യാ ബാത്ത് ഹൈ ക്യാ ഹുവ. ഞാൻ പറഞ്ഞു ഇപ്പോൾ ലൈഫ് ആൻഡ് ഡെത്ത് സിറ്റുവേഷനാണ്, എനിക്ക് മ്യൂസിക് ഇല്ലെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഹാർഡ് ഫോർ മീ ടു സർവൈവ് ഹിയർ. ആൻഡ് ഈ മുഹമ്മദ് റഫീ സാബൊക്കെ വെരി സിമ്പിൾ പീപ്പിളാണ്. അവർക്ക് യാതൊരു ഞാൻ വലിയ പാട്ടുകാരൻ എന്നുള്ളൊരു ചിന്തയേ ഇല്ല. വാട്ട് യു വാണ്ട് എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഐ ആം എ സിംഗർ ബേസിക്കലി. അപ്പോൾ എനിക്ക് ഒരു പ്ലേ ബാക്ക് സിംഗറായ കൊള്ളാമെന്ന് പറഞ്ഞു. ദെൻ അദ്ദേഹത്തിൻ്റെ കണ്ണിലിട്ട് സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു, റഫീ സാബുള്ള കാലത്തും അല്ലാതെ നടക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ ചെറുപ്പം മുതലേ ഈ ഹിന്ദി പാട്ടൊക്കെ ഇവിടെ എറണാകുളത്തും കലൂരൊക്കെ ഹിന്ദി പാട്ട് പാടിയാണ് ഞാൻ വളർന്നത്. അപ്പോൾ എനിക്ക് മ്യൂസിക് ഡയറക്ടർ നൗഷാദിനോട് പ്രത്യേക ഒരു ആരാധനയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൽ ഞാൻ നോട്ടീസ് ചെയ്തത് ഒരു ശാസ്ത്രീയ ചൊവ്വ എല്ലാ പാട്ടുകൾക്കും. ഞാൻ അങ്ങനത്തെ പാട്ടുകളാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്. അതുകൊണ്ട് അങ്ങനെ അതെ, ഞാനിപ്പോൾ ഈ ഇവിടെ ജോലി ബോംബെയിൽ പോയപ്പോൾ ഈ അച്ഛന്മാർ എനിക്കൊരു ജോലി കണ്ടുപിടിച്ചു, ഒരു ഗുമസ്ത പണി എനിക്ക് തന്നു. ദാറ്റ് വാസ് ഇൻ ഫ്ലോറ ഫൗണ്ടൻ. അപ്പോൾ എല്ലാ ദിവസവും ഫ്ലോറ ഫൗണ്ടനിൽ നിന്ന് മടങ്ങി വരും. ഞാൻ ബാന്ദ്രയിലാണ് താമസിച്ചിരുന്നത്. അത് മെഹബൂബ് സ്റ്റുഡിയോ ഇപ്പോഴും ഉണ്ട്. അന്ന് മെഹബൂബ് സ്റ്റുഡിയോയുടെ പുറകിൽ ഒരുപാട് സ്ഥലം ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. അവിടെയുള്ളൊരു ചെറിയ വീട്ടിലൊരു മുറി ഞാൻ വാടകയ്ക്ക് എടുത്തു. അവിടെയാണ് താമസിച്ചിരുന്നത്. അപ്പോൾ എല്ലാ ദിവസവും അവിടെ നിന്ന് ഞാൻ ഒരു പഴയ സൈക്കിൾ എനിക്കുണ്ടായിരുന്നു. അതും ചവിട്ടി ഈ കാർട്ടർ റോഡ് എന്ന് പറയുന്ന ഒരു സീ ഷോറിൻ്റെ സൈഡിൽ കൂടി ഒരു റോഡുണ്ട്, അതിൽ കൂടി ഞാൻ പോകുമായിരുന്നു. ഇവിടെ സീ ഷോർ. എങ്ങനെ ഇയർ വാസ് ഐ ലെഫ്റ്റ് ദ സെമിനറി ആൻഡ് in 1964. This is in the 60s. Yes. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ സൈക്കിളും ചവിട്ടി അങ്ങോട്ട് പോയപ്പോഴുണ്ടടാ ഒരു വീട് കണ്ടു വലത്ത് വശത്ത്. അവിടെ എഴുതി വെച്ചിരിക്കുന്നു നൗഷാദ്. അത് ഗേറ്റിൻ്റെ ഒരു സൈഡിൽ നൗഷാദ്, ഗേറ്റിൻ്റെ വലത്ത് വശത്തിരിക്കുന്ന ആഷിയാന, അത് എഴുതിയിരിക്കുന്ന ഇംഗ്ലീഷിലാണ്. ഞാൻ വിചാരിച്ചു ഇതേത് നൗഷാദാണാവും. അങ്ങനെ ഞാൻ അവിടെ നിന്ന് നോക്കിയപ്പോൾ അവിടെ ഗൂർഖ ഇല്ല എവിടെ, ഗേറ്റിൻ്റെ അടുത്ത്. പിന്നെ നോക്കിയപ്പോൾ അതിൻ്റെ അകത്തും പട്ടിയോ പൂച്ചയോ ഒന്നുമില്ല. ഞാൻ വിചാരിച്ചൊന്ന് പരീക്ഷിച്ച് കളയാം. അങ്ങനെ ഞാൻ ആ ഗേറ്റ് തള്ളി തുറന്നകത്ത് നിന്ന് മണി അടിച്ചപ്പോൾ ഒരാൾ ഡോറ് തുറന്നിട്ട് ക്യാ ചാഹിയേ ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ ഐ ആം യുവർ ഫാൻ, ഐ വുഡ് ലൈക്ക് ടു सिंग सम सॉन्ग फॉर यू. कहाँ से हो? मैं बोला आई एम फ्रॉम केरला. अरे यार केरला में कौन गाता है हिंदी गाने? ഞാൻ പറഞ്ഞു സാർ ഞങ്ങൾ ചെറുപ്പത്തിൽ ഇങ്ങനെ പാടി പഴക്കം വന്നിട്ടുണ്ട്. അച്ഛാ ചലോ അന്തറാവോ എന്ന് പറഞ്ഞു. ഞാൻ എന്നെ വിളിച്ചകത്ത് കയറ്റി ഒരു കപ്പ് ചായയൊക്കെ തന്നിട്ട് അച്ഛാ സുനാവോ പുരാന മേരാ ഗാന കോൺ സാ ഹൈ. അപ്പോൾ എനിക്ക് അത് ബൈ ഹാർട്ടായതുകൊണ്ട് റിംജിം ബർസേ ബാദർവാ മസ്തി ഹവാ മേ ആയേ പിയാ ഘർ ആജാ ആജാ പിയാ ഘർ ആ. ദൂസര വേറൊന്നും പാടാൻ. അപ്പോൾ തൂ മേരാ ചാന്തും അങ്ങനെ ഒരുപാട് പാട്ടുകൾ നൗഷാദിന് എനിക്കറിയാമായിരുന്നു. ദെൻ നൗഷാദ് ചോദിച്ചു ഹൂ ടോട്ട് യു ഉറുദു എന്ന്. ഞാൻ പറഞ്ഞു സാർ ഞങ്ങളാരും ഉറുദു ഒന്നും പഠിപ്പിച്ച, ഞങ്ങൾ ഈ റഫിയും ലതയും മുകേഷും മന്നാടയും ഇദ്ദേഹം സൈകളൊക്കെ പാടുന്നത് കേട്ട് ചുമ്മാ ഇങ്ങനെ കോപ്പി അടിക്കാന്ന് പറഞ്ഞു. ഓ ഇറ്റ്സ് വെരി സർപ്രൈസിങ്, കോപ്പി ഈസ് വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞു. എനിവേ ഹി ഗേവ് മീ ഹിസ് ഫോൺ നമ്പർ on a piece of paper and he told me to keep in touch എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുമുമ്പ് ഞാൻ പറഞ്ഞു he asked me what do you want എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഐ ആം എ സിംഗർ ബേസിക്കലി. അപ്പോൾ എനിക്ക് ഒരു പ്ലേ ബാക്ക് സിംഗറായ കൊള്ളാമെന്ന് പറഞ്ഞു. ദെൻ അദ്ദേഹത്തിൻ്റെ കണ്ണിലിട്ട് സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു റഫീ സാബുള്ള കാലത്തും അല്ലാതെ നടക്കില്ല എന്ന് പറഞ്ഞു. എന്നാലും ഈ സെറ്റ് ടേക്ക് ദിസ് കാർഡ് ഒക്കേഷണലി എന്നെ വിളിക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് 10 മക്കളാണുള്ളത്. ആദ്യത്തെ വൈഫിൽ റഹ്മാൻ എന്ന് പറഞ്ഞ 1 ബോയ്,
ആ ഒരു വൈഫ് മരിച്ചപ്പോൾ ഹി മാരീഡ് ഹെർ യങ്കർ സിസ്റ്റർ. ആ വൈഫിൽ ഹി ഹാഡ് 9 children, mostly except 3 boys, the rest was all girls. അപ്പോൾ ഞാൻ ഈ ടെലിഫോൺ നമ്പർ എടുത്തിട്ട് ഞാൻ വിചാരിച്ചാൽ അധികം പലതവണ വിളിക്കരുത്, മാസത്തിലൊരിക്കലൊക്കെ മതി വിചാരിച്ചു. അങ്ങനെ ഒരു മാസം നടത്തിയപ്പോൾ ഒന്ന് വിളിച്ചു. അപ്പോൾ പെൺകുട്ടികൾ ആരോ എടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ നൗഷാദ് സാബ് ഘർ മേ ഹേ എന്ന് ഞാൻ ചോദിച്ചു. പറഞ്ഞു അബ്ബു ഘർ മേ നഹീ ഹേ. ഒരു മാസം പോയി. അങ്ങനെ മാസങ്ങളിങ്ങനെ പോയി എനിക്കാണെങ്കിൽ ഈ ഗുമസ്തപ്പണി ഒട്ടും പറ്റുന്നില്ല. അവസാനം ഒരു തവണ ഞാൻ വിളിച്ചപ്പോൾ നൗഷാദ് ഹിംസെൽഫ് ഫോൺ എടുത്തു. നൗഷാദ് സാബ് അയ്യോ അരേ യാർ തും അബ്ബി ഹാ ഹേ എന്നൊക്കെ ചോദിച്ച് ക്യാ ബാത് ഹേ ക്യാ ഹുവാ. ഞാൻ പറഞ്ഞു ഇപ്പോൾ ലൈഫ് ആൻഡ് ഡെത്ത് സിറ്റുവേഷനാണ്, എനിക്ക് മ്യൂസിക് ഇല്ലെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഹാർഡ് ഫോർ മീ ടു സർവൈവ് ഹിയർ. അച്ഛാ ചലോ നാളെ ഇങ്ങോട്ട് വാ, നീ കാലത്ത് ഇങ്ങോട്ട് വരാൻ 8 മണിക്ക്. ഓൾ റൈറ്റ്. ഇപ്പം ഞാൻ 8 മണിക്ക് ചെല്ലുന്നു. അദ്ദേഹം എനിക്ക് ഒരു ടെസ്റ്റ് തരുന്നു. ഞാനൊരു പാട്ട് പാടാം, അതൊന്ന് എഴുതിയെടുക്കണം, വെസ്റ്റേൺ നൊട്ടേഷനിൽ എഴുതിയെടുക്കണം. എന്നിട്ട് അതിന് കോഡ്സ് ഇടണം. എന്നിട്ട് ആ കോഡ്സും ഈ ട്യൂണും കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു കൗണ്ടർ മെലഡി എന്ന് പറയും, അതായത് ഇതിനോടുകൂടി പാരലായിട്ട് വേറൊരു ട്യൂണും കൂടി എഴുതണം. സാധിക്കുമെന്ന് ചോദിച്ചു. യെസ് സർ, ഐ വിൽ ട്രൈ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ആ ജോലി തന്നിട്ട് മുകളിലേക്ക് പോയി. ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറുമേ ഉള്ളൂ. സെക്കൻഡ് ഫ്ലോറുണ്ട്. ഹി ലിവ്സ് ഓൺ ദ ഫസ്റ്റ് ഫ്ലോർ. അപ്പോൾ ഞാൻ I was so happy, ഇങ്ങനെ ഒരു ചാൻസ് എവിടെ കിട്ടും. നൗഷാദ് സാബ് ഹിംസെൽഫ്. So he actually played a song like this. पायलिया मोरी रे धन रे सासा पायलिया मोरी रे धन रे सासा സരനനനനന this type of ഒരു ട്യൂണിൽ an unusual kind of not the usual sweet song or anything. അത് ഞാൻ എഴുതിയെടുത്തു. എന്നിട്ട് പിയാനോയുടെ അടുത്ത് പോയിട്ട് ആദ്യത്തെ കോഡിനാണ്. ആ കോഡെന്ന് വെച്ചാൽ ശ്രുതി. ഇപ്പോൾ നമുക്കിങ്ങനെ ഇപ്പോൾ ഒരു പാട്ടുണ്ടെങ്കിൽ 1000 കണ്ണുവ എന്നുള്ള പാട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിന് ആദ്യത്തെ കോഡ് ഇതാണ്. ആ സ്കെയിലുള്ള സായും പായും ഗായും ഇടണം. ഈ സ്കെയിലിൽ ഞാനിങ്ങനെ ആദ്യത്തെ കോഡ് ഇടാൻ പോയിട്ട് ഐ വാസ് ഫ്രോസൺ. ഈ സ്കെയിലിൽ പഞ്ചമം ഇല്ല. പഞ്ചമം ഇല്ലെങ്കിൽ നമുക്ക് കോഡിടാൻ പറ്റില്ല. ഞാനീ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോൾ ഉദാഹരണത്തിന് ഈ രാഗത്തിലെ ഈ പഞ്ചമമില്ല, പായില്ല. ഏത് കോഡിടും? പഞ്ചമമില്ലാതെ കോഡ്. അപ്പോൾ ഐ വാസ് വേർത്ത് പോയി. ഇരിപ്പില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. എനിക്ക് തോന്നുന്നു ഒരു 15 മിനിറ്റ് ഞാൻ വെറുതെ അങ്ങനെ ഇരുന്ന് മരവിച്ച് പോയി. ഞാൻ വേർത്തു. എന്നിട്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ചെയ്യണമല്ലോ. വീണത് വിദ്യ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ പഞ്ചമം ഇല്ലെങ്കിൽ അതിൻ്റെ അടുത്ത നോട്ടം കിട്ടേക്കാമെന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു കോഡ് ഇട്ടിട്ട് ഐ ഡിഡ് വാട്ട് എവർ ഹി ആസ്ക്ഡ് മീ ടു ഡു യൂസിങ് കോഡ്സ് വിച്ച് ആർ ഇൻ ദ രാഗ. ആ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഹി കെയിം ഡൗൺ ആൻഡ് ഹി ആസ്ക്ഡ് there is orchestrators in Bombay, the music directors mainly compose the tune for the lyrics. That is their main job. And ഒരു പക്ഷേ ഇൻട്രൊഡക്ഷണൽ ഇൻ്റർവ്യൂവിലൊക്കെ എന്തെങ്കിലും ചെറിയ പീസസൊക്കെ സരിഗമയിൽ പറഞ്ഞു കൊടുക്കും. പക്ഷേ ദി ടോട്ടൽ കൺട്രോൾ ഓഫ് ദി ഓർക്കസ്ട്ര ചെയ്യുന്നത് ഗോവക്കാരാണ്. അവർക്കാണ് ഈ വെസ്റ്റേൺ നൊട്ടേഷൻ അറിയാവുന്നതും. മറ്റേ ആളോട് പറയും 4 എന്താ പറയുക
4 താളവട്ടം വായിക്കണ്ട, മിണ്ടാതിരിക്കണം, അത് കഴിയുമ്പോൾ ഇത് വായിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഇവർ. അപ്പോൾ അവരിതെല്ലാം എഴുതിയെടുക്കുന്ന അവർ. അപ്പോൾ നൗഷാദ് സാഹിബിൻ്റെ വീടിൻ്റെ അടുത്ത് അങ്ങനത്തെ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് മിസ്റ്റർ മാർട്ടിൻ പിൻറ്റോ. അപ്പോൾ അയാളുടെ വേലക്കാരനോട് നൗഷാദ് സാഹിബ് പറഞ്ഞു, സുബയ്യ ഓ പിൻറ്റോ സാഹിബ്ക്ക് ബുലാവോ. സോ പിൻറ്റോ സാഹിബ് കെയിം. പിൻറ്റോ സാഹിബ് വാസ് ഓൾറെഡി സം 70 years old at that time. He came with a violin, ഒരു തുണിയിൽ ചുറ്റിയിട്ട് കക്ഷത്തിൽ വെച്ചിട്ടുണ്ട്. He came and opened the violin and the Naushad Sahib said, this boy has done something. ഞാൻ പാട്ട് പാടും, ഞാൻ ഈ ഹാർമോണിയം വായിച്ചുകൊണ്ട് പാടും, പിൻറ്റോ സാബ് ഇതിൻ്റെ കൗണ്ടർ മെലഡി വായിക്കണം, ജെറി സാബ് അവിടെ ഇരുന്ന് പിയാനോയിലിരുന്ന് അതിൻ്റെ കോഡ്സ് ഇടും. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ആ പാട്ട് അങ്ങനെ ചെയ്തു. ഉടനെ പിൻറ്റോ സാബ് കഴിഞ്ഞ് ആ തുണിയിൽ ചുറ്റി കക്ഷത്ത് വെച്ച് നടന്നു പോവുകയാണ്. അപ്പം നൗഷാദ് സാബ് ചോദിച്ചത്, പിൻറ്റോ സാബ് ആപ്കി ക്യാ റായ് ഹൈ, എന്താ ഒപ്പീനിയൻ എന്താണെന്ന് ചോദിച്ചു. ദ ബോയ് നോസ് വാട്ട് ഹീസ് ഡൂയിങ് എന്നും പറഞ്ഞ് അച്ഛനങ്ങ് പോയി. അങ്ങനെ ഇപ്പം നൗഷാദ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ എല്ലാ ദിവസവും ഇവിടെ 8 മണിക്ക് വരിക, യു ക്യാൻ ബി മൈ അസിസ്റ്റൻറ്റ്, മാസം 100 രൂപ ശമ്പളം തരും. എനിക്ക് 125 രൂപ ഗുമസ്തപ്പണിക്ക് കിട്ടിയിരുന്ന സമയത്താണ് നമുക്ക് വലിയ സന്തോഷമായി, ഇഷ്ടമുള്ള ജോലി കിട്ടിയില്ല. അങ്ങനെ നൗഷാദുമായിട്ട് വർക്ക് ചെയ്തു. ഐ വർക്ക്ഡ് വിത്ത് ഹിം ഫോർ സെവറൽ ദിലീപ് കുമാർ സ്റ്റാറേഴ്സ്. In those days, Naushad Sahib always did 1 movie a year. He would never do 2 or 3 movies at the same time. അപ്പോൾ ഉദാഹരണത്തിന് ശങ്കർ ജയകൃഷ്ണയ്ക്ക് ഒരുപാട് മൂവീസ് ഒരു കൊല്ലത്തിലേക്ക് 3-4 പടങ്ങളൊക്കെ ഒരേ സമയത്ത് ഹാൻഡിൽ ചെയ്യാനായിരുന്നു. ബട്ട് നോട്ട് നൗഷാദ്. സോ മൂവീസ് വർ ലൈക്ക് സംഘർഷ്, സാഥി, ദിൽ ദിയ ദർദ് ലിയ, ആദ്മി എന്നൊക്കെ പറഞ്ഞു. മോസ്റ്റ്ലി ദിലീപ് കുമാറും വൈജയന്തിമാലയും ദിലീപ് കുമാറും വൈദാർ റഹ്മാനൊക്കെയുള്ള അങ്ങനത്തെ. അപ്പോൾ ആ പാടൻ പിന്നെ യെസ്. ഓഹോ ഹോ ഓഹോ आज पुरानी राहों से कोई मुझे आवा, ഇങ്ങനെ ഒരു പാട്ട്. ആദ്മി എന്ന് പറയുന്ന സിനിമയിൽ അത് പാടിയിരിക്കുന്നത് റഫി സാബാണ്. അതെ. അവരൊക്കെയായിട്ടുള്ള ഇന്ററാക്ഷൻസ് എങ്ങനെയായിരുന്നു? ദാറ്റ് ഈസ് കമ്മിങ്. സോ വെൻ ഐ ബിക്കെയിം നൗഷാദ് സാബ്സ് അസിസ്റ്റന്റ്, വൺ ഓഫ് മൈ ജോബ് വാസ് ടു ഒക്കേഷണലി വാട്ട് ഹാപ്പൻസ് ഇത് റഫി സാബും ലത മങ്കേഷ്കറൊക്കെ ഇവർ പഴയ ആളുകളായതുകൊണ്ട് നൗഷാദ് സാബ് പറയും നമുക്കൊരു പാട്ട് പഠിക്കണമല്ലോ എന്ന് പറയുമ്പോൾ അവർ ഉച്ചയ്ക്ക് ഒരു 2 മണിക്ക് വരും. എന്നിട്ട് അവർ ഇരുന്ന് പഴയ കഥകളൊക്കെ പറഞ്ഞതിൻ്റെ ഇടയിൽ കൂടി ഈ പുതിയ പാട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആ സമയത്ത് നൗഷാദ് സാബ് പറയും, ജെറി സാബ് ആയേ ബൈഠിയെ, ഐ എം ഗോയിങ് ടു ടീച്ച് ദീസ് ഫെലോസ് ദിസ് ട്യൂൺ. എന്തെങ്കിലും നമ്മൾ പറഞ്ഞതിൽ നിന്ന് വ്യത്യാസം വരികയാണെങ്കിൽ എന്നോട് പ്രത്യേകം ഒന്ന് പറയണമെന്ന് പറയും. അപ്പോൾ അങ്ങനെ എനിക്ക് അവിടെ ഇരുന്ന് നൗഷാദ് സാബ് മെമ്മറി ചിലപ്പോൾ തെറ്റിപ്പോകുമല്ലോ, അപ്പോൾ ഞാൻ കറക്റ്റ് ചെയ്യാം, സാർ ഇങ്ങനെയാണ് അങ്ങനെ എന്നോട് അന്ന് പറയുന്നത്. അപ്പോൾ ദാറ്റ് വാസ് വൺ വേ ഓഫ് ഡൂയിങ് ഇറ്റ്. ആൻഡ് ഈ മുഹമ്മദ് റഫി സാബൊക്കെ വെരി സിമ്പിൾ പീപ്പിളാണ്. അവർക്ക് യാതൊരു ഞാൻ വലിയ പാട്ടുകാരൻ എന്നുള്ളൊരു ചിന്തയേ ഇല്ല. ഇപ്പോൾ പ്രൈവറ്റായിട്ട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ മുഹമ്മദ് റഫി വളരെ സിമ്പിളായിട്ട്, സാർ ഹമേ കുച്ച് നഹി ആത്ത. റഫി സാബ് ക്ലാസിക്കൽ മ്യൂസിക്കൊന്നും പഠിച്ചിട്ടില്ല. ഈസ് എ നാച്ചുറൽ സിംഗർ. എവിടെ നിന്ന്, ലാഹോറിൽ നിന്നോ ആ ഭാഗത്ത് നിന്ന്, അമൃത്സറോ സംതിങ്. സോ അതിൻ്റെ ഫസ്റ്റ് സെൻറ്റൻസാണ് ഹമേ കുച്ച് നഹി ആത്ത, ആപ് ജോ കഹത്തെ ഹൈ ഹം ഗാത്തെ ഹൈ, ബസ്. അപ്പോൾ ദാറ്റ് ഈസ് ദി റിലേഷൻഷിപ്പ്. Lata ji also, she was not that communicative with me, but she also, I was able to sit in her session and point out few changes in this and that. Mukesh was very friendly, he was a happy-go-lucky chap. He used to say, Jerry, I don't know why these people like my singing. I am singing Besira. ഞാൻ പറയുന്നത്, ഞാൻ ഈ അപശ്രുതി പാടുന്ന ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടം, ഞാനെന്ത് ചെയ്യും? അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു. മന്നാടെ വാസ് ഓഫ് കോഴ്സ് വെരി ക്ലാസിക്കലി ട്രെയിൻഡ് പക്ക സിംഗർ, ആൻഡ് വി വർക്ക്ഡ് വെരി വെൽ ഓൾസോ. സോ മെനി, ഫോർ എക്സാമ്പിൾ മന്നാടെ പാടിയ
ഒരു പാട്ട് ഞാനിപ്പോൾ ചിന്തിക്കുകയാണ്. മന്നാടെ ഏതായത് പാടിയത്? ജുന്ദരിയ കട്ടത്തി ജായേ രേ ഉമ്മരിയ ഘട്ടത്തി ജായേ രേ. അത് മദർ ഇന്ത്യയിലായിരുന്നു. ആ സമയത്ത് ഞാനില്ല, ഞാനിപ്പോൾ ഒന്ന് ഉദാഹരണം പറഞ്ഞു തന്നത്. അപ്പം മന്നാടെ. പിന്നെ ദർ വാസ് മഹേന്ദ്ര കപൂർ ഓൾസോ. അങ്ങനെ all these people we interacted and worked together. Yeah.